മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് എം.എ. എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയെ അപമാനിക്കുന്ന രീതിയിലും വി.ആർ. സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാരി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനുമിടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ വി.ആർ. സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണ കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാരി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടമിടുന്നു. നിങ്ങൾ 2 ID കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിള വിടുന്ന പടമിടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾ 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം. എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയായ ശ്രീമതി എം.എ. ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടിയെന്ന് വ്യാജമായി പറയുകയും അതിൻ്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തുമൊക്കെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ചു കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അരെ വാ 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 അരെ വാ 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരണം എന്നാവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. NB ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ സാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. ഇതിൻ്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളകളിലേക്കും സ്ത്രീ സമൂഹത്തിനു അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചവും കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അവസാനിപ്പിക്കുന്നത്. എനിക്കിതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, നമ്മൾ നിരന്തരമായി ഷഹനാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അതും എസ്പെഷ്യലി സ്ത്രീ സമൂഹത്തിൽ സ്ത്രീകളുടെ പ്രതിനിധികളായിട്ട് അന്തസ്സുള്ള അഭിമാനമുള്ള പോരാട്ടങ്ങൾ നയിക്കുന്ന സ്ത്രീകൾ തന്നെ ഷഹനാസിൻ്റെ കാര്യങ്ങളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ സൂചന എന്ന് പറയുന്നത്. അതോടൊപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ കാണിച്ചിരിക്കുന്ന ആർജവം, നട്ടല്, പരാതി കൊടുത്ത് ഇതിനെ ഒരു നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രീനാദേവി കുഞ്ഞമ്മ കാണിക്കുന്ന ആ ആർജവത്തിനും തൻ്റെടത്തിനും തന്നെയാണ് എല്ലാവിധ കയ്യടികളുമെന്ന് ഒരാവർത്തി പറയുകയാണ്. എം.എ. ഷഹനാസ് ഈ പറയുന്ന പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ അക്രമം നേരിടുന്നു, ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ചർച്ചകൾക്ക്, ചോദ്യങ്ങൾക്ക് ഷഹനാസിൻ്റെ അണ്ണാക്കിൽ നിന്ന് ഒരു മറുപടി പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പരാതിയുടെ പേരിൽ പേടിച്ച് വിറച്ച് വാ മൂടിക്കെട്ടി എല്ലാവരും മൂലക്കിരിക്കുമെന്ന് കരുതി ഷഹനാസ്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ
ആ വീഡിയോയിൽ ഷഹനാസിനെ താരതമ്യം ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രിയദർശിനി, ഇന്ത്യയുടെ കരുത്തുറ്റ വനിത, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുമായിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ദിരാഗാന്ധി വേശ്യയായിരുന്നില്ല, ഇന്ദിരാഗാന്ധി തട്ടിപ്പുകാരത്തിയായിരുന്നില്ല, ഇന്ദിരാഗാന്ധി വ്യാജ IAS കാരത്തിയായിരുന്നില്ല, ഇന്ദിരാഗാന്ധി ഇതൊന്നുമല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് വലിയ അഭിമാനത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, നട്ടെല്ലിൻ്റെ കഥകളാണ് ഇന്ദിരാഗാന്ധിക്ക് പറയാനുള്ളത്. ആ ഇന്ദിരാഗാന്ധിയുമായി ഷഹനാസ് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ഷഹനാസ് മനസ്സിലാക്കേണ്ടത് ഇന്ദിരാഗാന്ധി വേശ്യയായിരുന്നില്ല എന്നുള്ളതാ, ഇന്ദിരാഗാന്ധി തട്ടിപ്പുകാരത്തി ആയിരുന്നില്ല എന്നുള്ളതാ, ഇന്ദിരാഗാന്ധി വ്യാജ IAS കാരത്തി ആയിരുന്നില്ല എന്നുള്ളതാ. ഇതിൽ താൻ ഏതാണ് എന്നുള്ള ഒരു ആത്മവിചിന്തനം കൂടി ഈ പറയുന്ന ഷഹനാസ് നടത്തുന്നത് നല്ലതാണ്, അല്ലേ? മറുപടികളില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതിലേറെ ഷഹനാസിന് വലിയ പാരയായിരിക്കുന്നത് ഷഹനാസിൻ്റെ ഒപ്പമെന്ന് പറയുന്ന ആളുകൾ, ഷഹനാസിനെ ന്യായീകരിച്ച് ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന ആളുകൾ, അവർ തന്നെയാണ് ഷഹനാസിന് പാര. കാരണം എന്താ? നിയാസ് മലബാരിയും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഷഹനാസിൻ്റെ തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, പറ്റിപ്പുകൾ, ഷഹനാസിൻ്റെ വ്യാജ IAS, ഷഹനാസിൻ്റെ വിവാഹപൂർവ്വ ജീവിതം, ഷഹനാസിൻ്റെ ജീവിതം എവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിയാസ് മലബാരിയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ, ആ വെളിപ്പെടുത്തലുകൾക്ക് മറുപടികളില്ലാതെ വരുമ്പോൾ, അത് മാത്രമല്ല ഈ നിയാസ് മലബാരി പറഞ്ഞ കാര്യങ്ങളെ ആണയിട്ട് അടിവരയിട്ട് യാഥാർത്ഥ്യമാണെന്ന് ഷഹനാസിനൊപ്പമുള്ള ആളുകൾ വിളിച്ചു പറയുന്നു. ഇന്ദു മേനോൻ ഒരു വലിയ ക്യാപ്സ്യൂൾ ഇറക്കി, ഷഹനാസിനെ ന്യായീകരിച്ചുകൊണ്ട് ആ ക്യാപ്സ്യൂള്. പക്ഷേ ആ ക്യാപ്സ്യൂളിൽ ഷഹനാസ് പ്രിയ സജീഷായി മതം മാറി എന്നുള്ള വളരെ കൃത്യമായ അടിസ്ഥാനപരമായ കാര്യം ഇന്ദു മേനോൻ വെളിപ്പെടുത്തി. നിയാസ് മലബാരി ചോദിച്ചത് ഷഹനാസും പ്രിയ സജീഷും രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടു പേരാണോ, ആൾമാറാട്ടമാണോ നടത്തുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷേ അത് ആൾമാറാട്ടമല്ല. ഷഹനാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോയിട്ട് ട്യൂഷൻ അധ്യാപകനുമായി പ്രണയമായിട്ട് ട്യൂഷൻ അധ്യാപകൻ നൽകിയ ട്രോഫിയുടെ പിൻബലത്തിൽ ആ ട്യൂഷൻ അധ്യാപകൻ സിജീഷിനെ വിവാഹം ചെയ്തിട്ട് ആ സിജീഷിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയ സിജീഷായി മാറിയതാണ് ആര്? MA ഷഹനാസ് എന്നത് വളരെ കൃത്യമായി ആധികാരികമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ദു മേനോനായിരുന്നു, അല്ലേ? അപ്പൊ ഇത്തരത്തിൽ ഷഹനാസ് മൂടിവെച്ച രഹസ്യങ്ങൾ, ഷഹനാസ് വളരെ രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ, ഒരിക്കലും പുറം ലോകം അറിയരുത്, പൊതുസമൂഹം അറിയരുത് എന്ന് ഷഹനാസ് വാശി പിടിച്ച കാര്യങ്ങൾ ഒക്കെ വെട്ടി തുറന്ന് പുറത്തേക്ക് തുറന്നു വിട്ടത് ഷഹനാസിനെ ന്യായീകരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അവരത് അത്രമാത്രം ചിന്തിച്ചില്ല. അവർ പറഞ്ഞു വന്നപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ കുമിള പറത്തുന്ന ഫോട്ടോ ആർക്ക് വേണമെങ്കിലും ഇടാം, കോടതിയിൽ പോകാതിരിക്കാം. കോടതിയിൽ ഹാജരാവാതിരുന്നിട്ടാണ് ആദ്യം ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് വരുന്നു, പിന്നീടും ഹാജരാകാതിരുന്നപ്പോൾ നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് വരുന്നു. ഇതൊക്കെ വന്നിട്ട് ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ഷഹനാസിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും VR സുധീഷിൻ്റെ പരാതിയിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിയാണ്. അതോടൊപ്പം നിയാസ് മലബാരി കൊടുത്തിരിക്കുന്ന പരാതി മറുഭാഗത്തുണ്ട്. ഇപ്പോഴേതാ ശ്രീനാദേവി കുഞ്ഞമ്മയും പരാതി നൽകിയിരിക്കുന്നു എന്നതാ. വളരെ കൃത്യമായിട്ട് പരാതി എത്തേണ്ടിടത്തേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി ഒന്ന് പോയിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്, മറ്റൊരു പരാതി പോയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനാണ്, മറ്റൊരു പരാതി പോയിരിക്കുന്നത് UPSC ചെയർമാനാണ്, കേന്ദ്ര മന്ത്രാലയത്തിനാണ്, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കാണ്, ജോർജ് കുര്യനാണ്, കേരള ഗവർണർക്കാണ്, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കാണ്. അതോടൊപ്പം തന്നെ UPSCയെയും റിസൾട്ട് പരിശോധിച്ച് നിജസ്ഥിതി വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കുമിള പറത്താം, ബീച്ചിലിരുന്ന് എത്ര വേണമെങ്കിലും കുമിള പറത്താം, പറത്തിക്കോളൂ. ജയിലഴിക്കുള്ളിൽ കുമിള പറത്താനാവില്ല ഷഹനാസെ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ നിനക്ക് KPCC ഓഫീസിൽ ഉണ്ടായിരുന്ന കസേരയിൽ നിന്ന് നിന്നെ പിടിച്ച് പുറത്തിട്ടതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ പ്രതികാരം എന്നോണം നീ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കി.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുരുക്കുവാനുള്ള ആയുധങ്ങൾ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ 2025 ജൂൺ 12 നിലമ്പൂരിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സന്ദർശിച്ചത് പോലും നിനക്ക് രാഹുൽ മാങ്കൂട്ടവുമായി വലിയ ബന്ധമുണ്ട് എന്ന് പൊതുജനങ്ങളെയും പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും ഒക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. കാരണം നീ ആരോപണം ഉന്നയിക്കാൻ പോവുകയാണ്, നീ രാഹുലിനെതിരെ ആയുധം പുറത്തെടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നു. അപ്പോൾ രാഹുലിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന വിധത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു MA ഷഹനാസും അതുപോലെ തന്നെ റിനി ആൻഡ് ജോർജും. ആരൊക്കെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടോ അവരൊക്കെ അത്രയും അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ നിയമപരമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ഈ നട്ടലിന്, ഈ ആർജവത്തിന്, ഈ തൻ്റെ ഇടത്തിന് ഒരു കയ്യടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയാനുള്ള കാരണം.